ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനു മുന്നേ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സാമ്പിൾ സൊല്യൂഷൻസും ഫസ്റ്റ് എക്സസൈസ് സൊല്യൂഷനും ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണണേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് ലോസ് ഓഫ് എക്സ്പോണൻസ് സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദ ആൻസർ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. 3⁻² ഇൻറ്റു 3⁴ ഇൻറ്റു 3⁸. എല്ലാ ബേസും സെയിം ആണ്, പക്ഷെ പവേഴ്സ് ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പോണൻഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു a⁻n ഈക്വൽസ് ടു a⁻m പ്ലസ് n. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം: 3⁻² ഇൻറ്റു 3⁴ ഇൻറ്റു 3⁸ ഈക്വൽസ് ടു 3⁻² പ്ലസ് 4 പ്ലസ് 8. 2 പ്ലസ് 4 6, 6 പ്ലസ് 8 14. അപ്പോൾ 3⁻14 എന്ന് കിട്ടും നമുക്ക്. ഇതാണ് നമ്മുടെ ആൻസർ. എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് a⁻m ഇൻറ്റു a⁻n ഈക്വൽസ് ടു a⁻m പ്ലസ് n എന്ന എക്സ്പോണൻഷ്യൽ ലോ ആണ്. ആ ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ 3⁻14 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 6⁻15 ഡിവൈഡഡ് ബൈ 6⁻10 ആണ്. ഡിവിഷൻ ആണുള്ളത്. രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. ബേസ് സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽസ് ടു a⁻m മൈനസ് n. ഇവിടെ നമുക്ക് 6⁻15 ഡിവൈഡഡ് ബൈ 6⁻10 ഈക്വൽസ് ടു 6⁻15 മൈനസ് 10 ഈക്വൽസ് ടു 6⁻5. ഇങ്ങനെ എഴുതാം അല്ലേ. ഇവിടെ 6⁻15 ഡിവൈഡഡ് ബൈ 6⁻10. ബേസ് 6 ആണ്, പവേഴ്സ് 15 മൈനസ് 10. 6 എഴുതി, 15 മൈനസ് 10 എന്ന് പറയുന്നത് 5 ആണ്. 6⁻5 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. a⁻3 ഇൻറ്റു a⁻2. ഇവിടെ നമുക്ക് ബേസ് സെയിം ആണ്. a⁻m ഇൻറ്റു a⁻n എന്ന ലോ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ a⁻m പ്ലസ് n ആണ്. ഇവിടെ a⁻3 ഇൻറ്റു a² ഈക്വൽസ് ടു a⁻3 പ്ലസ് 2 ഈക്വൽസ് ടു a⁻5 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കാം. ഇവിടെ നമുക്ക് ബേസ് സെയിം ആണല്ലേ. അപ്പോൾ ഇതേ ലോ തന്നെ യൂസ് ചെയ്യാം. a⁻m ഇൻറ്റു a⁻n ഈക്വൽസ് ടു a⁻m പ്ലസ് n. 7⁻x ഇൻറ്റു 7⁻2 ഈക്വൽസ് ടു 7⁻x പ്ലസ് 2. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 5² ഡിവൈഡഡ് ബൈ 5³. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 2 എക്സ്പോണൻഷ്യൽ ലോസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക്. ആദ്യം 5² ഒന്ന് സോൾവ് ചെയ്യാം നമുക്ക്. അത് a⁻m⁻n എന്ന ഫോമിലാണുള്ളത്. a⁻m ഇൻറ്റു n ദാറ്റ് ഈസ് a⁻mn. ഇങ്ങനെയാണ് അതിൻ്റെ ലോ വരുന്നത്. അപ്പോൾ 5² ഈക്വൽസ് ടു 5⁻2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 5⁻6. ഇനി 5² എന്നതിന് പകരം നമുക്ക് 5⁻6 എന്ന് എഴുതാം. അപ്പോൾ 5⁻6 ഡിവൈഡഡ് ബൈ 5⁻3 എന്നായി. ഇതിപ്പോൾ ഏത് ഫോമിലുള്ളത്? a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽസ് ടു a⁻m മൈനസ് n ആണല്ലോ. അപ്പോൾ 5⁻6 മൈനസ് 3 എന്നെഴുതാം. ദാറ്റ് ഈസ് 5⁻3. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ആദ്യം നമ്മൾ 5² 5⁻6 എന്ന ഫോമിൽ എഴുതി. അതിന് യൂസ് ചെയ്തത് a⁻m⁻n ഈക്വൽസ് ടു a⁻m ഇൻറ്റു n എന്ന ലോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ 5⁻6 ഡിവൈഡഡ് ബൈ 5⁻3 സോൾവ് ചെയ്യാനായിട്ട് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽസ് ടു a⁻m മൈനസ് n എന്ന ലോ ആണ് യൂസ് ചെയ്തത്.
ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2⁵ ഇൻറ്റു 5⁵5. ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്, പവേഴ്സ് സെയിം ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലോ എന്ന് വെച്ചാൽ a⁻m ഇൻറ്റു b⁻m ഈക്വൽസ് ടു a ഇൻറ്റു b ഹോൾ⁻m, ദാറ്റ് ഈസ് ab⁻m. ഇവിടെ നമുക്ക് 2⁵5 ഇൻറ്റു 5⁵5 equals to 2 into 5 whole⁵5 equals to 10⁵5. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ബേസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ബേസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ സെയിം തന്നെ കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ a⁴ ഇൻറ്റു b⁴. ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ലോ തന്നെ യൂസ് ചെയ്യാം. a⁻m ഇൻറ്റു b⁻m ഈക്വൽസ് ടു ab ഹോൾ⁻m. a⁴ ഇൻറ്റു b⁴ ഈക്വൽസ് ടു ab ഹോൾ⁻4. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3⁴ ഹോൾ⁻3. ഇതെങ്ങനെയുള്ള ഫോമിലാണുള്ളത്? a⁻m ഹോൾ⁻n ഈക്വൽസ് ടു a⁻mn. 3⁴ ഹോൾ⁻3 ഈക്വൽസ് ടു 3⁴ ഇൻറ്റു 3, ദാറ്റ് ഈസ് 3�12. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2⁻20 ഡിവൈഡഡ് ബൈ 2⁻15 ഇൻറ്റു 2⁻3. ഇവിടെ നമ്മൾ രണ്ട് എക്സ്പൊണൻഷ്യൽ ലോ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം നമുക്ക് 2⁻20 ഡിവൈഡഡ് ബൈ 2⁻15 സോൾവ് ചെയ്യാം. 2⁻20 ഡിവൈഡഡ് ബൈ 2⁻15. ഇത് ഏത് ഫോമിലുള്ളത്? a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽസ് ടു a⁻m മൈനസ് n. അങ്ങനെ ആകുമ്പോൾ 2⁻20 മൈനസ് 15 ഈക്വൽസ് ടു 2⁻20 മൈനസ് 15 ഈസ് 5. 2⁵5. ഇനി നമുക്കത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. 2⁻20 ഡിവൈഡഡ് ബൈ 2⁻15 എന്നതിന് പകരം നമുക്ക് 2⁵5 എന്ന് എഴുതിയാൽ മതി. ഇനി ഇൻറ്റു 2⁻3. ഇതിപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന ഫോമിലാണ്. a⁻m പ്ലസ് n. 2⁵5 പ്ലസ് 3 ഈക്വൽസ് ടു 2⁸. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. 8⁻t ഡിവൈഡഡ് ബൈ 8². a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന ഫോമിലാണുള്ളത്. a⁻m മൈനസ് n എന്നാണ് വരുന്നത്. 8⁻t ഡിവൈഡഡ് ബൈ 8² ഈക്വൽസ് ടു 8⁻t മൈനസ് 2. ഇതാണ് ആൻസർ. ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. ലോസ് ഓഫ് എക്സ്പോണൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ലോസ് ഓഫ് എക്സ്പോണൻസിനെ കുറിച്ച്. കണ്ടിട്ടില്ലാത്തവരൊക്കെ അതൊന്ന് കാണണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊന്ന് പറയണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.